കുയ് എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊരു യാത്ര പോയായിരുന്നു ഇന്നലെ. അപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ പത്തനംതിട്ട ജില്ലയിൽ തള്ളിയൂർക്കാവ് ദേവീക്ഷേത്രത്തിൽ വൃശ്ചിക വ്യാപാരം എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോയത്. അവിടെ ചെന്നപ്പോൾ എന്തെന്നറിയാമോ, എന്തോരം സാധനങ്ങളാണോ അവിടെ കാഴ്ചകളായിട്ട് നിൽക്കുന്നത്. എന്തൊക്കെ വാങ്ങണമെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ അതേ നോക്ക്, ഈ 5 ചെടിച്ചട്ടിക്ക് 100 രൂപ. പിന്നെ അത്യാവശ്യം വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 റോസാ ചെടി, അത് ബഡ് ചെയ്ത റോസാ ചെടിയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇതുവരെ ഞാൻ റോസാ ചെടി ഇങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ടില്ല. ഏതെങ്കിലും വീട്ടിൽ പോയി കട്ടുകൊണ്ട് വന്ന് വെച്ച് പിടിപ്പിക്കലാണ് എൻ്റെ ഒരു പരിപാടി. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ചെടികളൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ചെടിച്ചട്ടിയിലേക്ക് നമ്മൾ ചെടി നടാനുള്ള പരിപാടിയാണ്. അതാണ്ടേ ചെടിച്ചട്ടിയിലേക്ക് കുറച്ച് കരിയിലയൊക്കെ വിട്ടു. പിന്നെ നല്ല വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ, എല്ലാ പോഷകാംശങ്ങളും അടങ്ങിയിട്ടുള്ള മണ്ണാണ്. കാരണം എന്ന് വെച്ചാൽ ഞാനിത് ഈ മണ്ണിലോട്ട് ഇടുന്ന സാധനങ്ങൾ കണ്ടാലുണ്ടല്ലോ, എൻ്റെ ആ പൊന്നോ, നമ്മുടെ വെജിറ്റബിൾസ്, പിന്നെ അങ്ങനെ വെജിറ്റബിൾസിൻ്റെ നമ്മൾ പച്ചക്കറിയില്ലേ, പച്ചക്കറിയുടെ തൊലിയെല്ലാം, പിന്നെ നമ്മൾ എല്ലാ അംശങ്ങളും അടങ്ങി ഹോളിസ്, ബൂസ്റ്റ്, ബോൺബിറ്റ എന്നിവ എല്ലാം അടങ്ങിയിട്ടുള്ള മണ്ണാണ്. ഒന്നും ഞാൻ പറയുന്നില്ല. ദാണ്ടിയതായ ഞാൻ അത് മണ്ണൊക്കെ എടുത്തു. ഞാൻ ആ ചെടി വാങ്ങിച്ചപ്പോഴാണെങ്കിൽ ഈ കവറിലാണല്ലേ വന്നത്. അപ്പം ഞാൻ അതിനെ മണ്ണിനകത്തോട്ട്, ഈ ചെമ്മണ്ണോട് കൂടിയിരിക്കുന്ന ചെടിയാണല്ലോ, അപ്പം ഈ കല്ലും മണ്ണും ഒക്കെ മാറ്റിയിട്ട് ഞാൻ ചെടിച്ചട്ടിയിലേക്ക് മണ്ണൊക്കെ നിറച്ച് ആവശ്യത്തിനിട്ട് ചെടിയിൽ നമ്മുടെ റോസാ ചെടി വെക്കുക. സത്യം പറയാലോ, എനിക്ക് ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വോയിസ് കൊടുക്കുന്നതിന് വല്ല തെറ്റുകുറ്റവും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെ 3 കളർ റോസയായിരുന്നു ഞാൻ വാങ്ങിച്ചത്. ഒരു മഞ്ഞ, ഒരു ചെങ്കൽ പോലത്തെ ഒരു ഓറഞ്ച് ഷെയ്ഡ്. എന്തായാലും വളർന്നു വന്നാൽ നമുക്ക് വീണ്ടും ആ മൊട്ടൊക്കെ പൊട്ടിക്കിളിച്ച് വരികയാണെങ്കിൽ, അത് നല്ലോണം പടർന്ന് കിളിക്കുകയാണെങ്കിൽ അത് കാണിച്ചു തരാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. റോസാ ചെടി മേടിച്ച് നിങ്ങളുടെ വീട്ടിൽ നടണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. പിന്നെ ചെടികളോട് വലിയ ഇഷ്ടമില്ലെങ്കിൽ കൂടി ചില ചെടികളോട് അട്രാക്ഷൻ തോന്നുന്ന ഒരു സ്വഭാവക്കാരിയാണ് ഞാൻ. അപ്പം അങ്ങനെ കണ്ടപ്പം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ്, അപ്പം 3 മൂട് റോസാ ചെടികൾക്ക് 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്തായാലും അവിടെ വരെ പോയല്ലേ, എന്തെങ്കിലുമൊക്കെ വാങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് ഇത് വാങ്ങിച്ചു. ഇത് മഞ്ഞ റോസയാണേ, അതും വെച്ചു. ഞാൻ ഇനി ഇത് എവിടെ വെക്കുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് എടുത്ത് മണ്ണൊക്കെ ഇട്ട് ഞങ്ങൾ ഒരു സൈഡിലോട്ടൊക്കെ ഒതുക്കി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ദാണ്ടേ കണ്ടോ, 3 കളറാണ് വാങ്ങി. ഇനി 2 ചെടിച്ചട്ടിയും കൂടി ഉണ്ട്. എവിടെന്നെങ്കിലും 2 റോസായും കൂടി കൊണ്ടുവരികയാണെങ്കിൽ അതും കൂടി ഇതിനകത്ത് ഡിപ്പ് ചെയ്യാമല്ലോ. അതുകൊണ്ട് ഈ കളർ എനിക്ക് വലിയ ഇഷ്ടമായ 3 കളറാണ്. അതിനകത്ത് ഈ ചെടി വിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, എന്തുവാ അത്, നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എന്തെങ്കിലും ഈ വോയിസ് കേൾക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് പറഞ്ഞു തരണം. എങ്ങനെയാണ് വീഡിയോ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഓൺ വോയിസിൽ ഡൗൺലോഡ് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ കുറവും കാര്യങ്ങളും കാണും, അതൊക്കെ സാദരം ക്ഷമിക്കണം. എനിക്കിങ്ങനെ ഇത് ചെയ്യാൻ അറിയത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ, ഈ റോസയുടെ ഒക്കെ പ്രത്യേകത ഉണ്ടോ, എല്ലാം ബഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ബഡ്ഡിങ് റോസ ആയിരിക്കും. നിങ്ങളുടെയൊക്കെ വീട്ടിലെ റോസയൊക്കെ ഇതുപോലെ വാങ്ങിച്ചിട്ട് കിളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് പറയണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്താൽ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.